ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദില, നൂറ, അനുമോള് ഇത്രയും പേര് കൂടി ചേർന്നൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ബിഗ് ബോസിൻ്റെ ഇതായിട്ടല്ല, അല്ലാതെ കഴിഞ്ഞാൽ അവരൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ പെട്ട ലൈവ് ഉണ്ടായിരുന്നു ആദിലയുടെയും നൂറയുടെയും. അതിനതേ ഒരു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യണേ ലൈക്ക് ചെയ്യുന്നപ്പോൾ. നിങ്ങൾ ആർക്കും എഴുതാനും ലൈക്ക് ചെയ്യാനും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. എല്ലാവരും വീഡിയോ കണ്ടിച്ച് പോകുന്നില്ലാതെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നൂറ, ആദില, അനുമോള്. അപ്പം ഇവർ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഇവർ മൂന്ന് നല്ല ഒരു ലാസ്റ്റ് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ആ അലമ്പ് ടീമൊക്കെ കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ മാത്രമായപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇവർ എപ്പിസോഡിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് അനീഷ് സ്റ്റോർ റൂമിനകത്ത് കയറി ബാറ്ററി എടുക്കാനായിട്ട് കയറുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അനീഷ് ബാറ്ററി എടുക്കുന്ന കൂടെ തന്നെ ഷാനവാസിൻ്റെ ബാറ്ററിയും കൂടെ എടുത്തുകൊണ്ട് വരും മൈക്കിൻ്റെ. അന്നേരം ഈ ആദില, നൂറ, അനുമോള ഇവർ തന്നെ ഇത് ഡോറ് വലിച്ചു പിടിച്ച് അനീഷ് വന്നിച്ചാൽ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് അനീഷ് ഡോറ് തുറക്കാൻ പറ്റുന്നപ്പോൾ ബിഗ് ബോസെ ഡോറ് തുറക്ക് എന്ന് പറഞ്ഞു. ലാസ്റ്റ് അനീഷ് വന്നിട്ട് സോറി ബിഗ് ബോസെ, ഷാനവാസിൻ്റെ ബാറ്ററി എടുത്തുകൊണ്ടാണെങ്കിൽ ഞാൻ തന്നെ തിരിച്ച് വെച്ചേക്കുന്നത്. അതൊരു ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ഒരു സമയത്തൊക്കെ തോന്നിട്ടോ. ആ ഒരു ഇതിൽ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റിയൊക്കെ പറയുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത്രയ്ക്ക് നല്ല രസമായിരുന്നു ആ ഒരു ഇവരുള്ള ഒരു കോംബോ. നല്ല രസമാണ്, നമുക്ക് കണ്ടിരിക്കാൻ രസമാണ്. ഇവർക്കിടയിൽ ചെറിയ ചെറിയ വഴക്കം ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ അത് മാറ്റി ഇവരൊക്കെ അങ്ങ് ഒന്നാകുമായിരുന്നു. പക്ഷേ ലാസ്റ്റത്തെ ആ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ആ ഒരു ഈ പുറത്ത് പോയവരൊക്കെ വീണ്ടും അങ്ങോട്ടൊന്ന് തിരിച്ച് കയറി കഴിഞ്ഞുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. ആ സമയത്തും അനു ഇപ്പോഴും ആരോടും പിണക്കമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എത്രയാണല്ലോ ഉള്ളിൽ കാണും. എല്ലാവരും എന്നോട് പറഞ്ഞ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം ഇതേ ഉള്ളൂ: ഇവർ രണ്ടുപേരുമായിട്ട് ഇനി ഒരു കൂട്ടും വെക്കരുത്, വിശ്വസിക്കാൻ കൊള്ളുകയില്ലാത്തവരാണ്, ചതിക്കും എന്ന്. നമ്മൾ സ്നേഹിച്ചിരിക്കുമ്പം പറയുന്ന കാര്യങ്ങൾ ഒന്ന് പിണയും കഴിയുമ്പോൾ വിളിച്ച് പറയുന്നത് അത്ര നല്ല സ്വഭാവമായിട്ടുള്ള കാര്യമല്ല. സ്നേഹിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കും. പക്ഷേ അതിന് ഒരു കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവർ സ്നേഹിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഒറ്റയ്ക്ക് ഒരാളെ ഇട്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. തെരുവ് നായ്ക്കൾ പോലും ഇങ്ങനെ ഒരാളെ തെരുവ് നായ്ക്കളിട്ട് ആക്രമിക്കുന്ന പോലെയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ലൈവിനകത്ത് അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഇച്ചിരി കാര്യങ്ങളുണ്ട്. നമുക്കത് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. രണ്ടുപേർക്കും ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരുകൾ പറയാം. എന്താണ് എന്റെ വിഷ്ണുയെ? വെരി ഇറലവന്റ്. എനിക്ക് ഇറലവന്റ് ഒന്നുമല്ല, ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അനുവാണ്. ലൈക്ക് അനുവായിട്ടാണെങ്കിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകുന്നത്. പിന്നെ ഷാനവാസ്ക്ക്, പക്ഷേ ഷാനവാസ്ക്ക് ഒരു ഫ്രണ്ട് അങ്ങനത്തെ ഒരു വൈബ് അങ്ങനത്തെയായിരുന്നു. അനു ഒരു ചേച്ചി അങ്ങനത്തെ ഒരു വൈബാണ് അനുവായിട്ട്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സാധനമാണ് അനുവായിട്ട്. എനിക്കും സെയിം അല്ല കേട്ടോ. പിന്നെ നോ ഡൗട്ട് അനീഷേട്ടനുണ്ട്. കേട്ടല്ലോ, അതിനകത്ത് നൂറല്ലാതെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് അനുവിനെ തന്നെയാണ് ഇവർ പറയുന്നത്. അനു ആണ് ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നുണ്ട്. അതുപോലെ ഷാനവാസിനും പറഞ്ഞു. ഷാനവാസ് ഇവരൊക്കെയായിട്ട് നല്ലൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ അനീഷേട്ടനും ഇവർക്ക് ബെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത്രയും ഇവർക്ക് ഇപ്പോഴും ഒരു സംശയമില്ല അതിൻ്റെ ബെസ്റ്റാണ്. ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അത്രയും അപമാനിച്ചായിരുന്നു, അത്രയും വേദനിപ്പിച്ചായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ കണ്ണ് നിറയുമ്പോൾ നമുക്ക് സങ്കടം വരും. ഒരു ദേഷ്യത്തിന് നമ്മൾ എന്നിലൊക്കെ പറഞ്ഞു നിന്നിരിക്കും. പക്ഷേങ്കിൽ അവരുടെ കണ്ണ് നിറഞ്ഞ് അവർ സങ്കടപ്പെടുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു വിഷമം തോന്നും. അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ വേണ്ട നമ്മളൊരു സോറി എങ്കിലും പറഞ്ഞിരിക്കും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലൂടെ കാണിച്ചു കൂട്ടിയ പുള്ളിക്കാരി ഈ അതിൽ ഇറങ്ങുന്നതിന് മുമ്പേ വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അത് നൂറയെ കൂടെ ശരിക്കും ബാധിച്ചു. നൂറയ്ക്ക് ഒന്നും മിണ്ടാൻ മേലാത്ത അവസ്ഥയായിരുന്നു. സത്യം പറയാനും മേല, പറയാതിരിക്കാനും മേല, അങ്ങനെ ഒരു വല്ലാത്ത. പക്ഷെ അതിനൊക്കെ കളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അന്ന് ശൈത്യനെയും ഒക്കെ ആയിരുന്നല്ലോ നൂറ ഭയങ്കര ഇതായിട്ട് കണ്ടിരുന്നത്. ശൈത്യയുടെ പേരെന്നെ പറയാതിരുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കാര്യത്തിൽ. ശൈത്യയാണ് എല്ലാം. ആതിരയാണെങ്കിലും ശൈത്യയുടെ കീഴെന്ന് പറയും ശൈത്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അനുവിനെ ഒഴിവാക്കി ചിറക്കുമായിരുന്നു. ഇപ്പം എന്നാ പറ്റി ഇങ്ങനെ പറയാനായിട്ടുള്ള കാര്യം എന്നുള്ളത് ഞാൻ അടുത്തതിലൂടെ പറയാം. അപ്പം അനുവിനെ ഇവർ വിളിച്ചു, അനു എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവർ വിളിക്കുന്നുണ്ട് അനുവിനെ, അനു എടുത്തില്ല എന്ന് പറയുന്നു. മനഃപൂർവ്വം എടുക്കാതിരുന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കാം. അനുവിന് നല്ല തിരക്കാണ്, ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുവിന് നടക്കാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എത്ര പരിപാടിയും തിരക്കുമെന്ന് പറഞ്ഞാലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചെന്നറിയുമ്പോൾ നമ്മൾ എപ്പോഴാണേലും ജസ്റ്റ് എപ്പോഴും നമ്മൾ ഫോൺ നോക്കാതിരിക്കത്തില്ലല്ലോ. നോക്കുമ്പോൾ നമ്മളൊന്ന് തിരിച്ച് വിളിക്കാറില്ല. നമ്മൾ ഉറങ്ങാനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലോ, വിളിക്കും. പക്ഷേ അനു ഒരു ഇച്ചിരി ഗ്യാപ്പിട്ട് നിൽക്കുമെന്ന് തോന്നുന്നു.
എത്രയാണേലും നമ്മളെ ഒരാൾ വിഷമിച്ച് നമുക്ക് ഈ പറയുന്നവർക്ക് ഇപ്പോൾ ഒരാൾ എന്നേലും പറയുവാതിരിക്കട്ടെ, പറയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്നവർക്ക് അത് ഓർമ്മ ഉണ്ടാകണമെന്നില്ല, പക്ഷെ അത് കേട്ടവർക്ക് അതെന്നും ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. അവർ ചിലപ്പോൾ മിണ്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. ഇന്ന പോലെ പറഞ്ഞിരുന്നത് അതെല്ലാം മനുഷ്യർക്കും പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാനാണെങ്കിൽ അതിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പറഞ്ഞു തീർന്നു, പക്ഷെ അത് വേദനിക്കുന്ന ഒരാളുണ്ട് എതിർഭാഗത്തിരിക്കുന്നത്, അവരുടെ മനസ്സിൽ അത് ഒരിക്കലും പോകണമെന്നില്ല. ഇവരത് കഴിഞ്ഞേച്ച് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടേ. ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ, ഓഡിയൻസിനെ വരെ സാഡാക്കി നിങ്ങൾ. അതെല്ലാം നമ്മൾ പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല, ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു എ സിറ്റുവേഷൻ. അല്ല, എനിക്ക് ഓർത്തിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ഇല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത്. വാട്സ്ആപ്പ് പറയാം ആരുടെയും മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്ക് ആണ്. ഇല്ലല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ലൈക്ക് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ തെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ മിസ്റ്റേക്ക് അല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. നൂറ് കഴിഞ്ഞാൽ ബിബിയിൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഒരാളെ പറയുക, മനസ്സ് തുറന്ന് പറയുക ആ നെയ്യും. ഇവിടെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുമോളെയാണ് ഇഷ്ടം. എന്നെ ഇഷ്ടമാണോ ഇല്ലെന്നൊന്നുമല്ല, അങ്ങോട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാണെന്ന്. ഇപ്പോഴാണ് ഇവർക്ക് തിരിച്ചറിവുണ്ട്. അതെനിക്കൊന്ന് ഇവർ എപ്പിസോഡ് കണ്ടിട്ടുണ്ട് അവസാനത്തെ, അതാണ് ചോദിച്ചേക്കുന്നവരോട് കമൻറ്റിലൂടെ ചോദിച്ചാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ എല്ലാവരും ഇങ്ങനെ വിഷമിപ്പിച്ച് വരുന്നില്ലേ, അത് കണ്ടോന്നാണ് ചോദിച്ചത്. പക്ഷേ അതവർ കണ്ടിട്ടുണ്ട്, കണ്ടതുകൊണ്ടാണ് അവർക്ക് തെറ്റാന്നത്. പക്ഷേ അവിടെ നൂറനായിരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. നൂറ് പറയുന്നതിനാ അത് സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് പറ്റിപ്പോയി എന്നുള്ള സിറ്റുവേഷനാണ് എന്ന് പറയുന്നത്. അതിലെ പറയുന്നത് കേട്ടോ, സിറ്റുവേഷനാണോ അല്ല, തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. നൂറ് പറയുന്നത് തെറ്റ് പറ്റിയിട്ടില്ല, അത് ആ ഒരു സിറ്റുവേഷൻ ഇതിലങ്ങ് പറ്റിപ്പോയി. പക്ഷെ അതൊന്നും സിറ്റുവേഷന് പുറത്ത് പറ്റിപ്പോയ കാര്യങ്ങളല്ല, അതൊക്കെ ശരിക്കും പ്ലാൻ ചെയ്ത് ശരിക്കും ആലോചിച്ച് നടത്തിയ കാര്യങ്ങളാണെന്നുള്ളത് ആ എപ്പിസോഡൊക്കെ കാണുന്നത്. ആ സമയത്തൊക്കെ കണ്ടിരിക്കുന്നവർക്ക് തന്നെ ഭ്രാന്ത് കയറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ടൊന്ന് കയറി ചെല്ലാൻ പറ്റിയിരുന്നെങ്കിലെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ കണ്ടിരിക്കുന്നവർക്ക് ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ആളുടെ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കുക, എത്രമാത്രം മാനസികമായിട്ട് ഇതുണ്ടായി കാണും. ഇപ്പം ഇരുന്ന് കുറ്റബോധം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അത് തെറ്റാൻ തോന്നിയിട്ടോ കാര്യമില്ലല്ലോ. അതിനകത്ത് ആ ഒരു കുറച്ച് നിമിഷം കൊണ്ട് ബോംബിടുക എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു, തകർത്ത് കളയുന്നവരുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തതിരുന്നത്. ഇപ്പം ഇവർക്കിത് എനിക്കൊന്ന് തെറ്റിപ്പറ്റി അത് തിരുത്തി അനുവിൻ്റെ അടുത്ത് ക്ഷമ പറയണമെന്നൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ലൈവിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്ക്. അല്ലെങ്കിൽ പറയാലോ അവിടെ എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ആരോടും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല എന്ന് ഇവർക്ക് വേണേൽ പറയുന്നത്. പക്ഷേ 2 പ്രാവശ്യം ചോദിക്കുമ്പോഴും അനുവിൻ്റെ പേരാണ് എടുത്ത് പറയുന്നത്. ഒന്നിൽ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും അത് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രശ്നത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനുവിനെയാണ് എനിക്കിഷ്ടം. നൂറേം പറയുന്നുണ്ട് എനിക്ക് അനുവിനെയാണ്. അതുപോലെ ഇവിടെ പറഞ്ഞാൽ തന്നെ അനുവാണ് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഒരു ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. ഒരു ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ എന്നാലേ നമുക്ക് ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇത് വരത്തുള്ളൂ. ബെസ്റ്റ് ഫ്രണ്ട് തെറ്റ് ചെയ്തു, എനിക്കതിൽ ഏറ്റവും ഇത് ഞാൻ പറയാനുള്ള കാര്യം തന്നെ നമ്മുടെ അഖിൽമാരാരും ഷിജു ഉള്ളൊരു ഇതുണ്ട്. ആ ഒരു സീസണിൽ ഷിജു ആദ്യം മുതലേ ഈ അഖിൽമാരാരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്നെ കൂടെ അത് അവസാനം വരെ. അഖിൽമാരൊരു തെറ്റ് ചെയ്താൽ പോലും അഖിൽമാരൊരു സംസാരിച്ചത് ഷിജു അവിടേക്കൊരു ആവശ്യമില്ലാത്ത ചോദിക്കാൻ പോകത്തില്ല. അല്ലെങ്കിൽ അത് എന്നതേലും ഒരു ഇതുണ്ടെങ്കിൽ മാറ്റിയിരുത്തി അവർക്ക് സമയം കിട്ടുമെന്ന് പറയും, അത് വേണ്ടായിരുന്നു, അങ്ങനെ ഒരു പറച്ചിലേ ഉള്ളൂ. അല്ലാതെ ഒരു വിഷയം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവർ തമ്മിലിരുന്ന് പല കാര്യങ്ങളും പറയാറുണ്ടെന്ന് അഖിൽമാരാർ പിന്നീട് പറഞ്ഞു. ഇവരിരുന്ന് ഓരോ കാര്യവും ഗെയിമിനെ പറ്റിയാണെങ്കിലും ഓരോരുത്തരെ പറ്റിയാണെങ്കിലും എല്ലാം പറയും. പക്ഷേ അതൊക്കെ അവർക്കും കുറച്ചൊക്കെ ഗെയിം നല്ല വരച്ച കാര്യം വേറെ എവിടെയെങ്കിലും നല്ലൊരു അടി നടക്കുമ്പോഴാണ് ഇവർ മാറിയിരുന്ന് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ അടിയല്ലേ നമ്മളെ കാണിക്കാൻ വേണ്ടി ക്യാമറകൾ മൊത്തം അങ്ങോട്ടായിരിക്കും. ആ സമയത്താണ് ഇവർ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെന്ന് അഖിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയാലും അത് ബെസ്റ്റ് തന്നെ ആയിരിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പുറകിൽ നിന്ന് കുത്തുമ്പം അവരുടെ കൂടി നിന്ന് കുത്തുന്നതിനല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ പോലും ആ ഒരു സിറ്റുവേഷനും കൂടെ ഇന്നിപ്പോൾ നൂറയ്ക്കാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് അതിലേക്ക് തോന്നിയാൽ അതിൽ ശൈത്യയുടെ കൂടെ നിൽക്കുമോ അതോ നൂറയുടെ കൂടെ നിൽക്കുമോ? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെയുള്ളൂ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടെന്ന് നമുക്ക് പറയുമ്പോൾ. നമ്മൾ കൂടെ കൂട്ടാൻ നമ്മളെ കൊള്ളുന്നവരായിരിക്കണം. നിങ്ങൾ തന്നെ തെളിയിച്ചാണ് കൂടെ കൂട്ടാൻ കൊള്ളുക. പക്ഷെ എനിക്ക് അറിയില്ല, ഇനി അനുവിൻ്റെ മനസ്സെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് കഴിയുമ്പോൾ ഇനി രവി കൂട്ടാവുമോ എടുക്കുമെന്നൊന്നും അറിയത്തില്ല. എന്നതാണേലും കൂട്ടായാലും എനിക്കൊന്നും അനു ഒരു വലിയ ഇതിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം അവർ ആ ലാസ്റ്റ് സീനിൽ അത്രയും വിഷയം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ നല്ല സുഹൃത്തുക്കളായിട്ട് നടന്നായിരുന്നേനെ.
പണ്ടുള്ളവർ പറയുന്നല്ലേ, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴൊന്നും കൂടെ പേടിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അനുവിന് നല്ല 8ൻ്റെ നല്ല അതിനേക്കാൾ കൂടിയ പണിയാണ് അനുവിന് കിട്ടിയത്. അതുകൊണ്ടായിരിക്കാം ഫോൺ എടുക്കാത്തത്. പക്ഷേ ഇവർക്ക് നല്ലൊരിതുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു തോന്നിയെന്ന് വെച്ചാൽ നൂറേക്കാൾ ഈശ്വരൻ കൂടെ ആദിലെയാണ് ആ ഒരു തെറ്റിനെ അംഗീകരിക്കാൻ ഉള്ള മനസ്സ് കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ അതിൽ എടുത്തടിച്ച് എന്നതും പറയും. പക്ഷേങ്കിൽ ആദിലേക്ക് അത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും അതിലേക്ക് ഒരു കുറ്റബോധമുണ്ട്. പക്ഷെ ഇപ്പോഴും അതിലേക്ക് അതിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് അത് ചോദിക്കുന്നുണ്ട്. അതപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്കും അറിയാം. എപ്പിസോഡ് കണ്ടപ്പോഴായിരിക്കും കൂടുതൽ ഒന്നും കൂടെ മനസ്സിലായി. അന്നേരം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഉള്ളായിരുന്നു കൂടെ. അപ്പം നമ്മൾ ഇവർ പറയുന്നതാണ് ശരിയെന്ന് ഇവർക്ക് അന്നേരം അങ്ങ് തോന്നി. പുറത്തിറങ്ങിയപ്പോഴായിരിക്കും അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലായത്. എന്നാണേലും നമുക്ക് ഒരു തെറ്റ് പറ്റിയാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റി ആദിലയിലുണ്ട്. അപ്പം അനു വിളിക്കട്ടെ എന്ന് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അനുവായിട്ട് അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിലാണ് അവർ സംസാരിക്കുന്നത്. അനു വിളിച്ച് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഇവരൊക്കെ ഒന്നിച്ച് പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ചിലപ്പം ഒന്നിച്ചിതാവുമായിരിക്കും. കാര്യം നൂറോട് സ്റ്റാർ സിംഗറിൻ്റെ ഇതിന് വന്നപ്പോഴത്തേക്ക് അനു വേണ്ടി, പക്ഷെ അവരിൽ നിന്നൊരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പുറത്തു വന്നിട്ടില്ല. അനു വേറെ ഷാനവാസും അനീഷും അതിലെ നൂറൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ അനുവിനെ അതിലങ്ങനെ നിർത്തി അങ്ങനെ ഞാൻ കണ്ടില്ല. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കണ്ടില്ല കേട്ടോ. ഇവരൊന്നിച്ചെന്നുള്ളൊരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം എന്നും ആ ബിഗ് ബോസിൽ അവർ നല്ല കൂട്ടായിട്ടിരുന്ന പോലെ അവർക്ക് വീണ്ടും കൂട്ടായിട്ടിരിക്കാൻ പറ്റട്ടെ. വീണ്ടും കൂടിയേച്ച് ചതിക്കാതിരിക്കട്ടെ. ചതിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന ഒരാൾ നമ്മളെ ചതിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമാണ്. പിന്നെ അവർ നമ്മൾക്ക് തിരിച്ച പഴയ പോലെ സ്നേഹിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആ സമയം നമുക്ക് വലിയ അടുപ്പമില്ലാത്തവരോട് നമ്മളോട് എന്നാ പറഞ്ഞാലും അവർ നമ്മളിപ്പോൾ ചതിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ അവരോട് മിണ്ടി പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഭയങ്കര കൂട്ടായിട്ടിരിക്കുന്നവർ എന്നതേലും ഒരു കാര്യത്തിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം നമ്മളെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാണേലും കണ്ടപ്പം സന്തോഷം തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ തെറ്റ് പറ്റി എന്ന് തോന്നില്ല. ഇപ്പോഴും പുറത്തിറങ്ങിയിട്ട് തെറ്റ് സമ്മതിക്കാൻ നടക്കുന്ന കുറേ പേരുണ്ട്. അവരെക്കാൾ ഭേദമെന്ന് എനിക്ക് തോന്നി. കാര്യം തെറ്റ് ചെയ്തിട്ടും ഞങ്ങൾ ചെയ്തത് മുഴുവൻ ശരിയാണ്, ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പം ഇവരതിനേക്കാൾ ഭേദവും തന്നെ തോന്നുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.